സൂപ്പർ ക്രോസ് റൈസിംഗ് ലീഗിന് ശേഷം കോഴിക്കോട് കോർപ്പറേഷനിലെ പുൽമൈതാനം തകർന്ന സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി BJP കൗൺസിലർമാർ രംഗത്ത്. ഈ മാസം 25-നകം സ്റ്റേഡിയം പൂർവ്വസ്ഥിതിയിലാക്കി തിരികെ നൽകിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും കൗൺസിലർമാർ പറയുന്നു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, ഈ നാട്ടിലും നഗരങ്ങളിലുമൊക്കെ ഈ മൈതാനങ്ങളില്ലാത്തത് ഒരു വലിയ പ്രതിസന്ധി യുവതലമുറയ്ക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് ഉള്ള ഇടങ്ങൾ ഇങ്ങനെ ദുരുപയോഗം ചെയ്ത് ഇല്ലാതാക്കുന്നത്. എന്താണ് BJP കൗൺസിലർമാർ പറയുന്നത്? കൃഷ്ണരാജ്, കോഴിക്കോടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയമാണ് EMS സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ മാസമാണ് ഈ സ്റ്റേഡിയത്തിൽ ഒരു ബൈക്ക് റേസ് സംഘടിപ്പിച്ചത്. കോഴിക്കോട് കോർപ്പറേഷൻ തന്നെയാണ് ഈ ബൈക്ക് റേസ് സംഘടിപ്പിച്ചത്. അതിനുശേഷം ഈ മൈതാനം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളതാണ്. മുഴുവനായും പച്ച പുല്ല് പിടിപ്പിച്ച ഒരു മൈതാനമായിരുന്നു. പക്ഷേ അത് മുഴുവൻ നശിച്ച അവസ്ഥയിലാണ്. മാത്രമല്ല, ലോറിയും മണ്ണുമാന്തി യന്ത്രവും ഒക്കെ കയറി ഇറങ്ങി ഇത് ഒരു രീതിയിലുള്ള കായിക പ്രവർത്തനങ്ങളും നടത്താൻ പറ്റാത്ത രീതിയിലേക്കുള്ള സ്റ്റേഡിയമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സംഭവത്തിൽ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് കടുത്ത അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന സമയത്ത് അതിനുശേഷം ഉടൻ തന്നെ അത് പഴയപടിയിലാക്കി തിരിച്ച് ഏൽപ്പിക്കുന്നത് വരെ കോർപ്പറേഷൻ നടപടി സ്വീകരിക്കണമായിരുന്നു. പക്ഷേ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായി കാണാം, ഇത്തരത്തിലൊരു സ്റ്റേഡിയത്തിൽ വലിയ രീതിയിലുള്ള പൊട്ടും അതുപോലെ പുല്ലില്ലാത്ത അവസ്ഥയും. ഇവിടെ മുഴുവൻ ഈ ഭാഗം മുഴുവൻ വലിയൊരു കുഴിയാണ്. ആ കുഴി മറച്ചു പിടിക്കാനായി അവർ ഇത്തരത്തിൽ പുല്ല് വെച്ച് അത് മറച്ചിരിക്കുന്ന ഒരു സാഹചര്യം പോലും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് ഈ സ്റ്റേഡിയം തകർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അപ്പോൾ പോലും കോഴിക്കോട് കോർപ്പറേഷൻ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ ഘട്ടത്തിലാണ് ഇവിടെയുള്ള കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുള്ള BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇന്നലെ ഈ സ്റ്റേഡിയത്തിൽ സന്ദർശിച്ചത്. മാത്രമല്ല, ഈ മാസം 25-നകം ഈ സ്റ്റേഡിയം അത് പഴയപടിയാക്കിയിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ടാകും എന്നുകൂടിയാണ് BJP കൗൺസിലർമാർ പറയുന്നത്. മാത്രമല്ല, ഈ പരിപാടി സംഘടിപ്പിച്ച സമയത്ത് കോർപ്പറേഷന് വലിയൊരു തുക ഈ പരിപാടിയുടെ ഭാഗമായി അവർ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വാങ്ങി കോർപ്പറേഷൻ പെട്ടിയിലാക്കി എന്നുള്ളതല്ലാതെ ഈ സ്റ്റേഡിയം നവീകരിക്കുന്നതും മറ്റുമായിട്ടുള്ള ഒരു നടപടിയും, സ്റ്റേഡിയം പഴയപടിയിലാക്കുന്നതിനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. FIFA മാനദണ്ഡം അനുസരിച്ച് നിർമ്മിച്ച കോഴിക്കോട്ടെ ഒരു സ്റ്റേഡിയം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. ISL മത്സരങ്ങൾക്കടക്കം വേദിയാകേണ്ട ഒരിടം ഇത്തരത്തിൽ ഈ രീതിയിലായതിൽ വലിയ കായിക പ്രേമികൾക്കടക്കം വലിയ അമർഷമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ മാസം 25-നുള്ളിൽ ഈ സ്റ്റേഡിയം പഴയപടിയാക്കിയിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് BJP കൗൺസിലർമാരടക്കം അറിയിക്കുന്നത്. കൃഷ്ണരാജ്, സൂപ്പർ ക്രോസ് റൈസിംഗ് ലീഗിന് ശേഷം കോഴിക്കോട് കോർപ്പറേഷനിലെ പുൽമൈതാനം തകർന്ന സംഭവത്തിൽ അടിയന്തര നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയാണ് BJP കൗൺസിലർമാർ. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.